അങ്ങല്ലേ ഇപ്പോ കൊറേ കാലത്തിന് ശേഷം ബാക്ക് ടു ചാനൽ മരക്ക് വരുന്ന ക്ഷീണം തീർക്കണ്ട നമുക്ക്. നോമ്പ് കൊടുക്കല്ലേ? അതെ, മുറിക്കാൻ പോവാ. ഒരു 2 കോഴീനെ പിടിക്കാം. ബാക്കി പീസ് വാങ്ങണ്ട നമുക്ക്. എനിക്ക് സുനാമതി വന്നു. ഒന്ന് എടുത്തോ, ഒന്നുകൂടി എടുത്തോ. അപ്പൊ അച്ചയ്ക്കോ? ഒക്കെ എടുത്തോന്നാലേ നമുക്ക് അവരെണ്ണം എടുക്കാല്ലേ. എങ്ങനെയുണ്ട് കൂടി? നീണ്ട 42 ദിവസത്തിന് ശേഷം ഇന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമില് കയ്യിൽ നിന്ന് പരലിയാ റീൽസ് ഇടും. മീൻ വാങ്ങാൻ ഇപ്പൊ കാണത്തെ ഫ്ലൈറ്റ് എടുത്ത് പോകും. ചിക്കനും കിട്ടി. ഇതിങ്ങനെ കനല് കടന്ന് ചൂടാകുമ്പോ എന്നോട് ഇങ്ങനെ ചോദിക്കും, ഒരു പീസ് തരുമോ, ഒരു പീസ് തരുമോ. മീനും ആയി ചിക്കനും ആയി അടക്കി. ഒരു തോട്ടീനെ വിളിച്ചുകൊണ്ടുണ്ട്. ഇതിങ്ങനെ പോയിട്ടൊരു മലഞ്ചെരുവിൽ കയറി നമ്മളിങ്ങനെ പോകും. അച്ഛ പറയുമ്പോലേ റെയിലേക്ക് എറിയണ കമ്പില്ലേ, അതേമാതിരി എന്ത് കമ്പും വാങ്ങാൻ മറന്നു. ഓടിക്കോ. ബട്ടർ വാങ്ങണം, ഫിഷ് മസാല. അപ്പൊ നമ്മള് തുടങ്ങാണ് നമ്മളെ പഴയ സ്ഥലത്തേക്ക്. എടുക്കട്ടെ. കൊറേ നമ്മള് തുടങ്ങിയിട്ട്. മീനും ചിക്കനും ഉണ്ട് കേട്ടോന്ന്. മീന് വെറൈറ്റി ഒന്നല്ല, സാധാ നോർമൽ വറവില്, പക്ഷെ ചിക്കൻ വെറൈറ്റിയാണ്. ഓക്കെ, കഴുകാ. കഴുകിയില്ലേ? മാറ്റി വെക്കണ്ട നമുക്ക്. അടുത്ത നമ്മള് ചെക്കന്മാരെ. ഇത് നമ്മളെ മീന് എന്താണ്? ചെമ്പല്ലി. ഇത് നമ്മൾക്ക് ഗ്രിൽ ചിക്കൻ. പറയൂ. ഇത് നമ്മൾ ഒറ്റ വാരലില്ലേ, ഈ ഒറ്റ വാരല് കഴിഞ്ഞിട്ട് നമുക്കൊരു വെറൈറ്റി പരിപാടി. എന്താ സംഭവം പറയുന്നത്, മസാല ചേരാൻ വേണ്ടി നമ്മൾ ഇടിച്ച് ചതച്ച് പരിവാക്കണം. അപ്പൊ എന്താണ് നമ്മളെ പരിപാടി? ഇത് ചതച്ചിട്ടേ, ഇതെന്തിനാണ് ഇങ്ങനെ ചതക്കുന്നത്? ഇത് ചതച്ചൊരു പരിവായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, മസാല നല്ല പോലെ ചേരുമല്ലോ. അപ്പൊ നമ്മൾ പറയൂ. ആദ്യം ഉണ്ടല്ലോ, സൂണനെ വരയണം. ചെമ്പല്ലി ഇങ്ങനെ വരഞ്ഞിട്ട് ഇത് നമ്മള് വറക്കല്ലേ? അപ്പൊ ഫിഷ് റെഡിയായി. ഇനി അടുത്ത പരിപാടി നമുക്ക് മസാലക്കൂട്ട്. ഒരു തക്കാളി പകുതി, ഒരു 5-6 വെളുത്തുള്ളിന്റെ ഇല്ലി ഇടുക, മുളക് ഇടുക, ഒരു പച്ചമുളക്, കോൺഫ്ലക്സ്. കറുമുറു ഓട്ടെ ആണോ? എന്നാ കുറച്ച് മതിയില്ലേ? മഞ്ഞപ്പൊടിയാ, മഞ്ഞൾപ്പൊടി. നെക്സ്റ്റ് മുളക് പൊടി. നെക്സ്റ്റ് കാണാത്തൊരു സംഭവം കാണിച്ചേ. തോണ്ടിയിട്ടുണ്ട്. ബസ് കയറി തോണ്ടിയൊന്നല്ല, നീരില്ല. അപ്പൊ എന്ത് ചെയ്യും? നാടനല്ല, സുർക്ക. യെസ്, ഓക്കെ, ഡൺ. ഇനി നമ്മളെ മീൻ സാധനം, വെളുത്തുള്ളി പേസ്റ്റ്. ഗൈസ്, നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഗാർലിക് പേസ്റ്റ്. അതെന്താ? ഉപ്പ്. സ്വർഗം വെച്ചോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ മസാലക്കൂട്ടുകൾ. കുറച്ച് ജീരകം. ഇതെന്താണ് ഈ സാധനല്ലേ, ഇൻഗ്രീഡിയൻസ് അറിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫിഷ് മസാല. ഇതിങ്ങനെ തുറന്നിട്ട് കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഗൈസ്, മറന്നല്ല, ഇതിങ്ങനെയാണേ. അപ്പൊ നമ്മൾ മസാല ഇതിലേക്ക് തേച്ച് പിടിക്കുന്നു.
റെഡിയാ നമ്മള് സുഗുണന്മാരെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതൊക്കെ ചെയ്യും. ഇനി അടുത്തെന്താണ്? അടുത്ത ചിക്കൻ. നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാണ്. അടുത്ത പരിപാടി ഈ ചതച്ച ചിക്കല്ലേ, അതെ, ഒന്ന് വെറുതെ വരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വരച്ചതാണ് നമ്മള്. ഇതൊക്കെ ചതഞ്ഞതാ, ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. തുടങ്ങിക്കോ. അടുത്ത ചിക്കനിലേക്കുള്ള മസാല ചെറുള്ളി, ഒരു തക്കാളിന്റെ പകുതി ഇടുന്നതിന് പച്ചമുളക്, കരിവേപ്പിലൂടെ നല്ല ഫ്രഷ് കരിവേപ്പില, ഗാർലിക് പേസ്റ്റ് വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും. അതെ തെറിക്കണോ പൊടി, ഇവിടെ അരച്ച നാടൻ മുളക് പൊടി 2 ടീസ്പൂൺ ആണ് കേട്ടോ. എരിവ് കയറിയിട്ട് അറ്റം മുറിയണം. എരിവ് വേണം. മഞ്ഞൾപ്പൊടി, ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ. നമ്മളെ സൂര്യ അവിടെ ഇതെടുത്തു. മാഗി ക്യൂബ് ഇട്ടോ. ഇത് 2 കിലോ ചിക്കൻ 1 മതി. പക്ഷെ നമ്മള് ടേസ്റ്റിന് വേണ്ടി കിടും. 4 കിലോ ആയത് കൊണ്ട് നമ്മള് എന്താക്കും, 2 ഇടണം. അതെ. ഇതുണ്ടോ അൽഫാം മസാല. ഇത് ബ്രാൻഡ് ഏതാണ്? മാറ്റിസ് 5 സ്റ്റാർ. അഡ്വർടൈസ്മെന്റ് ഒന്നും അല്ല കേട്ടോ ഗൈസ്. നമ്മളെ പരസ്യത്തിക്കൊന്നും ആയിട്ടില്ല. എന്നാലും ഇതിപ്പോ ഞാൻ എങ്ങനെ അരക്കുക? നമ്മൾ ചെയ്യണമെന്ന് വെച്ചാല് ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി പിടിക്കാൻ വേണ്ടിട്ട് എത്ര മാത്രം അതിനെത്ര ടേസ്റ്റ് കൊടുക്കുന്നുള്ളൂ. ഞാൻ അരയ്ക്കാൻ വെക്കാറ്. ചെറിയ പറഞ്ഞോ. അവസാന ഐറ്റംസ് അടുത്ത് ഇതെന്താ സംഭവം, കറുകപ്പെട്ട കാര്യങ്ങൾ നമ്മള് നെയ്ച്ചോറിക്ക് ഇടൂലേ, സെറ്റ് ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട് ഇതിടുക. ഇനി ബാക്കി ചെറിയ മുട്ടച്ചോറ് സാധനങ്ങളിൽ മല്ലിച്ചപ്പ്, പുതിന ഇടുക, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളൊരു അരയ്ക്കും. നമ്മൾ ഉപ്പുണ്ടോ? മസാല സൂപ്പർ ആയിട്ടുണ്ട്. മസാല ഉണ്ട് ജി. ഈ സാധനം പകുതി ഇരിക്കുക. എന്നിട്ട് നമ്മൾ എന്താക്കുക, ഈ ചെക്കന്മാരൊന്ന് സെറ്റാക്കി മസാല എന്തൊരു എരിവാണേ. ഇത് പിരിവിരിയിൽ അപ്പുറമാണ്. ചിക്കനും മിക്സ് ആക്കി നമ്മൾ ഒരു വെറൈറ്റി സംഭവം ഉണ്ടാക്കുകയാണ്. അതെ മസാല നമ്മൾ സെറ്റപ്പ് ആക്കിയിരിക്കുന്നു ഗൈസ്. ഇത് നമ്മൾ എന്താക്കുന്നത്, എടുത്തോ. ഇതൊരു മണിക്കൂർ നമുക്ക് വെച്ചേക്കണ്ടേ മസാല പിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താക്കും, കനലൊക്കെ വെച്ചിട്ട് അപ്പൊ തന്നെ നമ്മൾ കനൽ സെറ്റാക്കാം. അപ്പൊ തന്നെ നമ്മളെ മീനും റെഡിയാവും, ചിക്കനും റെഡിയാവും. നമ്മളെ കനൽ ശരിയായിട്ടുണ്ട്. അടുത്ത നമ്മൾ മീൻ ചുടാൻ. ഇതൊരു കാര്യത്തിന് സമ്മതിക്കില്ല. ഇവിടെ കാച്ചിയ വെളിച്ചെണ്ണയായിട്ട് നമ്മളുടെ കനൽ റെഡിയാണ്, നമ്മളുടെ ഫിഷ് റെഡിയാണ്. കാണുന്നില്ല, എടുത്തോ. ഫിഷ് മോണ മസാല സെറ്റാക്കല്ലേ? സെറ്റ് ഇടൂ ലൈവായിട്ട് ഇടും. എടുത്തിട്ടോ. ചൂടാവണുള്ളൂ. ഈ ചക്കനെ നമ്മൾ അഞ്ഞൂലാക്കി പിരിക്കണ്ടേ? അത് ദിവസാക്കണം. അതെ ബേബി തുറക്കാൻ കേട്ടെ. ബട്ടറിന് അത് നമ്മള് മെൽറ്റ് ആവട്ടെ. അല്ലെങ്കിൽ ചിക്കനെ തോണ്ടുന്ന സാധനം നമ്മളുടെ കണൽ ശരിയായിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ നമ്മളുടെ മീൻ എന്താ അവസ്ഥ?
ഇതോ എടുത്തോ തിരിച്ചിട്ടാലോ? തിരിച്ചിട്ടോ. കണ്ണൊക്കെ കോട്ടിയാണ് കോട്ടി. എന്താണ് കോട്ടി? കൊല്ലണ്ടി. ഹലോ, ഫിഷ് സെറ്റാക്കി കൊടുത്തില്ലേ? അടുത്ത ചിക്കൻ എടുക്കൂ. ഇനി അടുത്ത് ചക്കനെ സെറ്റാക്കാൻ വേണ്ടി പോവാം. നമ്മൾ ചൂടത്തേക്ക് വെക്കാൻ പോവുകയാണ് ഗൈസ്. അതെ 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 അതെ. ഈ സാധനം ഉണ്ടല്ലോ, ആദ്യം നമ്മള് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം. എന്തിനാ അറിയാം എനിക്ക്? ഒട്ടുപിടിക്കാൻ. അതെ അതെ അതെ. ഈറൻ മേഘം. ലെഗ് പീസ് ഇടടി. എവിടെ ലെഗ് പീസ്? അപ്പൊ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. അതെ, നേരെ പോട്ടെ, നേരെ പോട്ടെ. ലൈവായിട്ട് നമ്മൾ വയ്ക്കുകയാണ് ഗൈസ്. ഇങ്ങനെ വെച്ചാ കറക്റ്റ് ആവും. അപ്പൊ നമ്മള് രണ്ട് സംഭവങ്ങളും അപ്പുറം അപ്പുറം കിടന്ന് വേവുകയാണ്. നമ്മളിവിടെ എന്താ ഞാൻ അടുത്ത പരിപാടി? ഇതോ ഈ സുഗന്ധം അങ്ങനെ ഞെട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പൊ എല്ലാവരും ഞെട്ടിക്കൽ ബിരിയാണിന്റെ പുറകിലാണ്. അപ്പൊ നമ്മൾ ചിക്കൻ പൊട്ടിത്തെറിച്ചതിന്റെ പിന്നാലെയാണ്. ഓക്കെ അല്ലേ? ഈ സംഭവം ഉണ്ടല്ലോ, അപ്പം സാധനം ഒഴിച്ചു കൊടുത്താണല്ലോ ബട്ടർ ചിക്കൻ. അതെ അതെ അതെ. ഫിഷ് ആയി ഗൈസ്. നമ്മൾ എടുത്തിട്ടോ? കോരുകയാണ്. എടുത്ത തമ്പനയിലിട്ടോ. ചിരിച്ചാ ഈ സൂര്യനെ നമ്മൾ എന്താ അടിക്കുന്ന അറിയാം? ഒരു മിനിറ്റ്. ചെമ്പല്ലി കരിമീൻ. ഒരു മിനിറ്റ്. കരിമൊരി മരി എടുത്തു. ഇങ്ങോട്ടും എഡിറ്റ് ചെയ്യണേ. നമ്മളുടെ മീനെല്ലാം അവസാനിച്ച് കഴിഞ്ഞു. ചെമ്പല്ലി കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ചൂടില്ല. അത് തിന്നി. നമ്മളെ ഡിഷൊക്കെ എന്തൊക്കെ ആയി ഗൈസ്. ബട്ടർ തേച്ച് കൊടുക്കും. വൺ സൈഡ് ഓക്കെ ആയിക്കും കേട്ടോ. ഈ സൈഡ് ഇങ്ങനെ തേച്ച് കൊടുക്കണം നമുക്ക്. അതിന്റെ ഗോകളേമി ഇതെന്താ സംഭവം തേക്കണേ? ബട്ടർ. ഇനി അടുത്ത പരിപാടി എന്താ? അടുത്ത പരിപാടി ഒന്നുമില്ലാത്ത സംഭവം ഉണ്ട്. ഈ സാധനം കടന്നു തറക്കണ്ടി ഇത് പൊടിഞ്ഞോട്ടെ. പക്ഷെ സംഭവം ആൾക്കറിയത് ഇത് ഇങ്ങനെ പിടിക്കുമ്പോ കിട്ടണ ഇതാണ് ജി. അതിന്റെ മോനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അളിയാ ബന്ധുത്താലോലി ഇതെടുക്കല്ലേ? ഒരു മിനിറ്റ് എടുക്കല്ലേ? യെസ്. സർപ്രൈസ്.